നീ എന്താ കാണിക്കുന്ന ആൾക്കാർ കണ്ട തെറ്റിദ്ധരിക്കുന്ന. ഇപ്പൊ നമ്മൾ പഠിക്കണ ഏതെങ്കിലും സബ്ജക്റ്റിന് ജയിക്കാൻ ജസ്റ്റ് 2 മാർക്ക് മാത്രം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാറിന്റെ അല്ലേ ടീച്ചറിന്റെ കയ്യെ കാലെ പിടിച്ചാൽ 2 മാർക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കും. എന്നാൽ ഇവിടെ ഒരുത്ത 2 മാർക്കിന് വേണ്ടി ചെയ്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പഠിപ്പിച്ച സാറിന്റെ മോളുടെ കല്യാണത്തിന്റെ അന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി സാറിനെ ഭീഷണിപ്പെടുത്തി വാങ്ങി. ചില്ലറ കഴപ്പൊന്നുമല്ല മലരന്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, തന്തയുടെ ഡയറക്ഷനിൽ മോൻ വന്ന് കൊണവധികാരം അടിച്ചിട്ട് പോയ 2013 ഇറങ്ങിയ പടമായ മേൻ തേരാ ഹീറോ അഥവാ ഞാൻ നിന്റെ അപരാധി എന്നതിനെ പറ്റിയാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഗണപതി ഭഗവാനെ കണ്ടിട്ട് അവന്റെ ഈ പ്രവൃത്തി അനുഗ്രഹിക്കാൻ അവൻ ഗണപതിയോട് ആവശ്യപ്പെടും. അങ്ങനെ ഇതിനുശേഷം ഡിഗ്രി പാച്ചാൻ വേണ്ടി അവൻ ബാംഗ്ലൂരിലോട്ട് തൊലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആ ട്രെയിനിൽ വെച്ച് കുറെ ആളുമാര് യവനെ കയറി മേയും. അതിന്റെ കലിപ്പിൽ യവ ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞതും കോതം കുത്തി തോണ്ട നടക്കണം. അപ്പോഴാണ് അടുത്ത ബോഗിയിൽ ടച്ചിങ്സ് ഇല്ലാതെ ബിയർ അടിച്ചുകൊണ്ടിരുന്ന കുറെ പാണ്ടിക്കരിമ്പാറകള് വന്ന് യവളുമാരെ ടച്ചിങ്സ് ആക്കണം. അതോടുകൂടി നേരത്തെ കോതം കുത്തി വീണതിന്റെ ചളി പണ്ണൻ അങ്ങ് മാറും. പക്ഷേ ലവന്മാരെ കാലിന്റെ ഇടയിലെ കുത്തിക്കഴപ്പിന്റെ പരിധി വിടുമ്പോ യവ ചാടി എഴീച്ച് അടുത്തിരിക്കുന്നവന്റെ കവാലം അടിച്ച് പൊളിക്കും. ചാട്ടം കണ്ടാ തോന്നുന്നു അവിടെ കറാമ്പറപ്പ് കാണിച്ചവന്റെ കുണ്ടിക്കിട്ട് കുത്താനാണ് ചാടി എണീക്കണേന്ന്. വല്ലവനും വന്ന് തന്തയില്ലായ്മ കാണിക്കണേന്ന് എന്തിനാ എന്റെ മോന്ത അടിച്ച് തിരിച്ചത്? അനന്തര് പറയതുമായിരി. അങ്ങനെ അവിടെ ഉള്ളവന്മാരെ എടുത്ത് ഉടുത്തിട്ട് നേരത്തെ കളിയാക്കി അവളുമാരെ വെച്ച് എന്നെ അടിപ്പിക്കുന്നു. അങ്ങനെ ഈ നുറുകുണം ചെന്ന് കോളേജിൽ കയറും. അവിടെ വെച്ച് അവ യവളെ കാണും. പിന്നെ പുറകെ നടന്ന് വളയ്ക്കാനൊക്കെ നോക്കും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഇരിക്കണ ഹിമാലയ പർവ്വതത്തിന്റെ കാമുകിയാണ് യവള്. എന്നാൽ യവക്കാണെ തൊണ്ടേ ഞണ്ടിറക്കിയ മാതിരി ശബ്ദമുള്ള ഓത്തവനെ കാണുന്നതേ കലിയാണ്. യവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു നിൽക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനിലാവും. കാരണം ഈ തേക്കും തേടി ഒരു പോലീസുകാരനാണ്. എവളെ കെട്ടണമെന്ന് പറഞ്ഞ് ഒരിക്കലും വീട്ടിൽ ചെന്ന് പെണ്ണ് വെച്ചപ്പോ തരില്ല എന്ന് പറഞ്ഞ തന്തപ്പടിയുടെ കൈ കൊണ്ട് അവന്റെ തോക്കെടുത്ത് അവന്റെ കൂടെ വന്നവന്റെ കൈക്ക് നേരെ വെടിവെക്കും. ഇപ്പൊ ഇമാതിരി കഴപ്പുള്ള ഒരുത്ത എവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതിന്റെ പിറകിൽ വേറൊരുത്തം വന്ന് കയറണത്. ഇവൻ ഈ കൊന്നത്തടിയുടെ അത്രയും പൊക്കമുണ്ടെങ്കിലും ആളൊരു കണ്ണാപ്പിയാണ്. കാരണം ക്യാമ്പസിലും ക്യാൻറ്റീനിലും എവളെ പുറകെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആൾക്കാരെ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സെറ്റ് ചെയ്തവന്മാര് യവനെ ഒരിക്കലും ഓട്ടിച്ചിട്ട് പണ്ണാൻ നോക്കും. ഹീറോ ആയി പോയില്ലേ, അതുകൊണ്ട് ആ കോളേജിലെ 3rd ഇയേഴ്സിനെ ഫസ്റ്റ് ഇയർ വന്ന യവ അടിച്ച് തീട്ടോ. നീയൊക്കെ എവിടുത്തെ സീനിയേഴ്സ് ആടാ? മലവേടെ മഴയത്ത് മലന്ന് വാണം വിട്ടപ്പോ ഉണ്ടായവന്മാരെ. അങ്ങനെ കുറച്ചു നാളത്തെ വളപ്പിന് ശേഷം യവള് വളയുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ബൈക്കിൽ ഏതാ റൺവേയിലൂടെ പോകുമ്പോ പുറകെ ഹെലികോപ്റ്ററിൽ ഒരു ജിമ്മം വന്ന് ഈ ബൈക്കിന്റെ ടയറിൽ വെടിവെച്ച് വീഴ്ത്തി യവളയും പൊക്കി എടുത്തോണ്ട് എങ്ങാട്ടാ പോകും. സാധാരണ ടയർ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50-100 മീറ്റർ അപ്പുറത്തോട്ട് പോയി തെക്ക് വടക്കാ കൊതം കുത്തി വീഴും. പക്ഷെ യവ ആണെങ്കിൽ ഒരൊറ്റ പോക്കാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് യവൻ ട്രെയിനിൽ കിടന്ന് പട്ടി ഷോ കാണിക്കണത് അവിടെ വേറൊരാൾ കാണുന്നുണ്ടായിരുന്നു. വൺ മിസ്റ്റർ ദണ്ട ഈ പെണ്ണുമുള്ള. അപ്പൊ ഇവന്റെ പട്ടി ഷോ കണ്ട് ഇഷ്ടപ്പെട്ട, അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കലിപ്പന്റെ കഴപ്പ് കണ്ട് ഇഷ്ടപ്പെടുന്ന കാന്താരി ഉണ്ടല്ലോ, അതേമാതിരി ഇവന്റെ ഷോ കണ്ട് ഇഷ്ടപ്പെട്ട് സ്വന്തം തന്തേരെടുത്ത് ഇവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവള് പറയും. അവളുടെ തന്തയാണെങ്കിൽ ആ ഏരിയയിലെ പെരിയ ഗ്യാങ്സ്റ്ററും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോണാത്തിരുന്നത് പോയപ്പോ ആകാശത്തുനിന്ന് പുതിയ ഒരെണ്ണം പൊട്ടി വീണ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിക്കുമായിരുന്നു യവൻ. ആ ജിമ്മൻ നിക്കണമൊക്കെയാണ് ഒരുമാതിരി പ്രൈവറ്റ് ബസ്സിലെ കിളി അണ്ടിയാപ്പീസിലെ അമ്മച്ചിമാരെ വായി നോക്കണ. ഇവന്റെയൊക്കെ സാമാനത്തിൽ വരച്ച വര കൊണ്ട് ആറാട്ടെണ്ണന്റെ ആസനത്തിൽ വരച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ സമയത്ത് വെറുതെ ആലോചിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ ഗ്യാങ്സ്റ്റർ കളവൻ ജീവിക്കുന്നത് തായ്ലൻഡിലാണ്. എയർപ്ലെയിൻ ഉണ്ടാഞ്ഞിട്ട് അണ്ണം പോണത് ഹോണ്ട ആക്ടിവേ. പിന്നെ അവിടെ ചെന്നിട്ട് ഉടനെ വെള്ളം നിറത്ത് കുളിച്ചു വെക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് എന്തൊക്കെ വാത്താളം വിട്ട് അങ്ങോട്ട് എന്ന് കയറി അവന്മാരെ എന്നുള്ള നടയടിയെല്ലാം വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ വീടും സെറ്റപ്പും കാണുമ്പോൾ അവൻ പഴയതിനെ പറഞ്ഞ് പുതിയതിന്റെ പറയും. തീരം പഴഞ്ചോറും ചമ്മന്തിയും നോക്കി നടക്കുന്നവന് പെട്ടെന്നൊരു ദിവസം മന്തി കിട്ടിയ ചന്തിയും പൊക്കി അതിന്റെ പുറകെ പോകുന്നതിൽ പ്രത്യേകിച്ച് തെറ്റു പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ കാര്യങ്ങൾ ഒരു വിധത്തിൽ സ്മൂത്തിൽ പോകുമ്പോൾ പഴയ പഴങ്കഞ്ഞിയുടെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻ പ്രീമിയം ചാപ്രി എവളുടെ റൂമിൽ പതുങ്ങി. വെറുതെ അല്ല, ദേ ഈ കന്നാസ് ഊറ്റിയ ഫ്രണ്ടിൽ വെച്ചോണ്ട്. അവനാണ് ഈ വീട്ടിലെ കാവൽ പട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആള് പുറകെ നിന്നാലും ഈ പട്ടിക്ക് മണം കിട്ടൂല. ഒരുപക്ഷെ പട്ടായയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം പട്ടിയായിരിക്കാം ഇത്. അങ്ങനെ ഇത് കഴിയുമ്പോ തൊണ്ടയിൽ ഞണ്ടിറക്കിയ മാതിരി കൊരക്കണ പേലയുടെ കൂട്ടുകാരനെ അങ്ങോട്ട് തള്ളിക്കൊണ്ടുവരും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമൊക്കെ ഉണ്ട് കേട്ടാ. അതായത് ഈ മാടന് ലവളെ കെട്ടണം, എന്നാൽ യവക്ക് മറ്റവനെയാണ് ഇഷ്ടം. എന്നാൽ അവനെ ഇഷ്ടപ്പെടുന്നത് യവളായത് കൊണ്ട് യവളെ യവനെ കൊണ്ട് കെട്ടിച്ചതിന് ശേഷം മാത്രമേ യവളെ യവന് കൊടുക്കുകയുള്ളൂ. പറയണ എനിക്ക് മനസ്സിലായില്ല, പിന്നല്ലേ കേക്കണം നിനക്കൊക്കെ. പ്രാവ് തൂറിയ മാതിരി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലവള് വന്ന് യവന്റെ അടുത്ത് പറയണത് ലവക്ക് ദിവം വേണ്ടെന്നും ധവൻ മതിയെന്നും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യവൻ പോയി ഗണപതിയുടെ മുമ്പ് ഇന്ന് എനിക്ക് എന്റെ പഴയ സ്റ്റെപ്പിന് മതി, പുതിയ ജാക്കി വേണ്ട എന്ന് പറഞ്ഞ് ഒരു പഴവും മുണങ്ങിയ പഴത്തൊലി എടുത്ത് എങ്ങാട്ടാ എറിയുമ്പോ ഒരു പാത്രത്തിൽ കുറെ ചെമ്പരത്തി പൂവുമായി യവള് വന്ന് മൂടുകുത്തി വീഴാൻ പോകുമ്പോ ലവൻ വന്ന് അതോടുകൂടി ദിവട ലപ്പ് ലവനിലോട്ട് പോകും. പണ്ടൊരുത്തൻ ട്രെയിനിൽ കടന്ന് കസറത്ത് കാണിച്ചപ്പോ അവന്റെ കൂടെ, ഇന്നൊരുത്തൻ വന്ന് മൂട് താങ്ങിയപ്പോ അവന്റെ കൂടെ, ഇനി നാളെ ഒരുത്തൻ വന്ന് മുണ്ട് നോക്കിയ. ഇത് കഴിയുമ്പോ ഗ്യാങ്സ്റ്റർ എന്ന ഈ കിഴട്ട് കിളവന്റെ മീനച്ചാർ കമ്പനിയിൽ ഒരുത്ത ഉപ്പിന് പകരം പഞ്ചാര ഇട്ടെന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ പോകും. അങ്ങനെ അത് ഫാബി വരുമ്പോരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞ ഈ മൊട്ടത്തലേന് തന്നെ ആ വെടി കൊള്ളും. ആ വെടി എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
എടേ വെടിയുണ്ടേരെ തുമ്പത്തോലെ റബ്ബറും കൊണ്ടങ്ങനെ കോട്ട് ചെയ്തേക്കണം. ഇത് എന്തോന്ന് ഇത്? അല്ല യവന്മാർക്ക് മാത്രം എങ്ങനെയാ ഇതൊക്കെ സാധിക്കണം? ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? വെടിയുണ്ടെങ്കിൽ മുട്ടത്തലേൻ ലുട്ടാപ്പിക്ക് പിന്നീട് സംസാരിക്കാൻ പറ്റൂല. വായിക്കൂടി വളി വിടുന്ന ശബ്ദം മാത്രമേ വരുള്ളൂ. പിന്നെ അടുത്ത പാട്ട് ഇതിന്റെ ഇടയ്ക്ക് യവന്റെ തന്തയും തള്ള ഇവിടെ കയറി വന്ന് കുറെ വെറുപ്പിക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതിന്റെയൊക്കെ കല്യാണം നടക്കും. മുരിങ്ങക്കമ്പ് പോയി മത്തങ്ങ കിട്ടിയ സന്തോഷത്തിൽ ഈ പാക്കാന്തനും പുതിയ സ്റ്റെപ്പിനിയുടെ ടച്ചിങ്സ് കഴിഞ്ഞ് പഴയ ജാക്കി കിട്ടിയ സന്തോഷത്തിൽ ഈ വാവളും താനും. ഇതോടുകൂടി പടം ഖത്തം. CMA ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? So, can you make belong to the